എന്റെ പൊന്നമ്മേ, ശ്ശോ, ഒന്നിഞ്ഞ് വാ അമ്മേ. എന്താ വിളി കേട്ടാത്ത ഒന്നും ഏതാണ്ട് ഉമ്മ തരാനായിട്ട് വിളിക്കു വന്നു. വേണമെങ്കിൽ 2 ഉമ്മ തരാം. എണ്ണയിട്ട് ഞാൻ തേച്ച് തരത്തില്ലായിരുന്നോ? ഓ അതൊന്നും വേണ്ട, ഒരു വിദേശ വടി കിട്ടിയാൽ മതിയായിരുന്നു, ഒന്ന് കയ്യിലിങ്ങനെ കുത്തി നടക്കാൻ. സാരമില്ല അമ്മേ, അമ്മ വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ ദുബായ് ബസാറിൽ നല്ല വടി കിട്ടും, അമ്മയ്ക്ക് ഞാൻ വടി മേടിച്ചേരെ. ഓ അതൊന്നും വേണ്ട മോളെ. അതെ, കുത്തി നടക്കാൻ തന്നെയാണല്ലോ അല്ലേ, അല്ലാതെ എന്നെ അടിക്കാനല്ലല്ലോ. ആ സംശയം ഉള്ളത് കൊണ്ടായിരിക്കും നിന്റെ ഭർത്താവ് എനിക്ക് വടി വാങ്ങിച്ചു തരാത്ത, ഇല്ലയോ? എൻ്റെ മോളെ ഞാൻ അങ്ങനെ ചെയ്യുമോ? എൻ്റെ മക്കളൊക്കെ എന്നെ മറന്നു തുടങ്ങി. അയ്യോ വിഷമിക്കാതമ്മേ. ഇന്നമ്മേ വടി കുത്തി നടക്കാൻ ഇത് മതിയാവും, കരയണ്ട. കൊണ്ട് കൊടുക്കുന്ന അമ്മയ്ക്ക് കുത്തി നടക്കാൻ വീടിനകത്ത് ഇത് പോരായോ അമ്മേ? ദുബായ് ബസാറിലാണെങ്കിൽ നല്ല വടിയൊന്നുമില്ല. അയ്യോ, ഇത് വാങ്ങിച്ചൊന്നങ്ങ് തന്നാലുണ്ടല്ലോ നിനക്ക് ഞാന്. മേടിച്ച് വൈകിട്ടൊരെണ്ണം കൊടുക്ക്. ഇങ്ങനത്തെ വടിയൊക്കെയാണ് അമ്മയ്ക്ക് കുത്തി നടക്കാൻ നടക്കുന്നത്, അന്തസ്സില്ലാത്ത ഒരു വടി. ഇങ്ങോട്ട് വിടാ. തല്ലാനാന്നോ? ഇത് മേടിച്ചതിനെ ഒരെണ്ണം അങ്ങോട്ട് തരും കേട്ടോ. പൊക്കെ എന്റെ മമ്മീന്ന് ഒരു വടിയും കൊണ്ട് വന്നിരിക്കുന്നു കിഴങ്ങൻ. വടി കൊടുത്ത് അടി മേടിക്കാൻ വന്നേക്കുക. അമ്മയ്ക്ക് ഞാൻ മേടിച്ചുതരാം അമ്മേ, ദുബായ് ബസാറിൽ നല്ല ഉഗ്രം വടി മേടിച്ചുതരാം ഞാൻ. എന്താ പതിവില്ലാത്ത ഒരു പുന്നാരം, എന്തോ കാര്യം ഉണ്ടല്ലോ. എന്തോ ഈ അമ്മയുടെ ഒരു കാര്യം, സ്നേഹിച്ചാലും പറയും കള്ള സ്നേഹമാണെന്ന്, എപ്പോഴും കുറ്റം പറയും. കാര്യം പറ അമ്മേ, ഈ ബീട്രൂട്ട് കളം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ബീട്രൂട്ട് കാളനോ? അയ്യോ, ഞങ്ങളാരും ബീട്രൂട്ട് കാളം വെക്കാറില്ല. ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാ ഉണ്ടാക്കുന്നേ? കാളൻ ഉണ്ടാക്കുന്നത് ചേന നേന്ത്രക്കായോ ഒക്കെ ഇട്ടിട്ടാ കാളനൊക്കെ വെക്കുന്നത്. എന്നാ അത് പറ. അത് കേൾക്കണോ അല്ലയോ? എന്താ കാളം വെക്കാനുള്ള പരിപാടി ഉണ്ടോ? എന്നാ എഴുതിക്കോ. ആദ്യം കൂട്ട് പറ. കൂട്ട് നേന്ത്രക്കായും ചേനയും. നേന്ത്രക്കാ ചേന. അതിന്റെ തൊലി കളയരുത് കേട്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ കീറണം. എന്നിട്ട് അത് രണ്ടും കൂടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പത്ത് വെക്കണം. മഞ്ഞപ്പൊടി മാത്രം? മഞ്ഞപ്പൊടി മാത്രം അടുപ്പിൽ വെക്കണം. അത് വേകാറാകുമ്പോ വെള്ളക്കുരുമുളക്. അതെന്തുവാ? കുരുമുളകിന്റെ തൊലി കളഞ്ഞത്, വെള്ളക്കുരുമുളക്. മുഴുത്ത കുരുമുളകാണ്? അതെ, മുഴുത്ത തന്നെ ആയിരിക്കുന്ന കുരുമുളക് എപ്പോഴും. വേണ്ട, നീ പറഞ്ഞ കേക്ക്, വെള്ളക്കുരുമുളക്. വെള്ളക്കുരുമുളക്. ഇനിയിപ്പോ കറുത്തതാണെന്ന് അറിയില്ല, അത് വെള്ളത്തിൽ ഇട്ട് അതിന് തൊലിയൊക്കെ നല്ലോണം ഞെരടി കളച്ച്. ജോലിയുണ്ട് കേട്ടോ, വെറുതെ അങ്ങ് തിന്നാൻ നോക്കത്തില്ല. കുഴപ്പമില്ല, ഞാൻ പണിയെടുക്കാം. എന്നിട്ട് അത് നല്ലോണം അരയ്ക്കണം. അരച്ചിട്ട് കുറച്ച് കരിവേപ്പിന്റെ ഇലയും ഒക്കെ കൂടെ ഈ കല്ലിൽ അരയ്ക്കണം. പിന്നെ ചുമ്മാ തിന്നാ കുരുമുളകോ മാത്രം, തേങ്ങ ഒന്നും വേണ്ട. നീ ആദ്യം പറയുന്ന എഴുത്. അരച്ചിട്ട് ഈ ചേനയും നേന്ത്രക്കായും വേകുന്നതിനകത്തോട്ടിടണം. ഓഹോ, അങ്ങനെ. നേന്ത്രക്കായും ചേന വേകുന്നതിൽ ഇടണം. ഇട്ടിട്ട് തൈരില്ലേ, തൈര്, കട്ട തൈര്. പുളിയുള്ളതാണോ? കുറച്ച് പുളി വേണം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇതിലോട്ട് ഒഴി. തൈര് ഇട്ട്, അല്ല, ആ തൈര് ഒഴിച്ചാൽ കുറച്ച് സമയം ആവും. അത് അവിടെ കിടന്ന് വേവട്ടെ. തൈരും കഷ്ണവും കൂടെ കിടന്നു. അല്ല, ഞാനേ ഒരു സംശയം, കഴിഞ്ഞ ആഴ്ച നീ എൻ്റെ അടുക്കന്നേ പൈനാപ്പിൾ പച്ചടി വെക്കാൻ എഴുതിയെടുത്തിട്ടില്ലോ, എന്നിട്ട് അത് വെച്ച് കണ്ടില്ല. അമ്മേ, പൈനാപ്പിൾ പച്ചടിയും ഇതും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. തൈര് ഒഴിച്ചു പോകുന്നുണ്ടോ? അയ്യടാ, എന്താ ഇവിടെ തമാശ പറഞ്ഞപ്പോ? കറി ഉണ്ടാക്കുന്നത് ഇത്ര വലിയ തമാശയാണോ? ഉളക്കം മെഴുകിയാ നീ? അപ്പൊ ഇതെന്തായി? തൈരിപ്പം വെന്ത് എല്ലാം നല്ല കൂട്ടായി കാണും. അത് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും, ആവശ്യത്തിനുള്ള എരിവ് വേണം. പച്ചമുളക് കേട്ടോ. തേങ്ങ ഒരുപാട് വേണോ? വേണം, കുറച്ച് കൂടുതൽ വേണം. പച്ചമുളക് നല്ലോണം അരയ്ക്കണം. കല്ലിൽ അരയ്ക്കണം, മിക്സിയിൽ അരയ്ക്കരുത്. അരച്ച് ഇതിനകത്തോട്ട് കലക്കി നല്ലോണം അതൊന്നിങ്ങനെ തിളച്ച് പൊന്തി വരണം. അതൊക്കെ അപ്പൊ ഇറക്കി വെക്കുക. പ്ലക്കൊന്നുമില്ല, പ്ലക്കൊന്നും ആവുന്നതിന് മുമ്പ് ഇറക്കിക്കോണം. പ്ലക്കിന് മുമ്പ് ഇറക്കണം. ഇറക്കി വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ
നല്ലെണ്ണക്കകത്ത് കടുക് വറക്കണം. നല്ലെണ്ണ. അതിനകത്ത് കടുക്, 2-3 ഉലുവ. ഒരു ഉലുവ ഒരുപാടാവരുത്. ഉലുവ, മുളക്, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടെ വറുത്ത് ഇതിനോട്ടെടുത്ത് ഒഴിക്കണം. താളിക്കണം. ഇതിലേക്ക് ഒഴിച്ച് താളിക്കാന്നൊക്കെ പറയാതെ കടുക് ഇറക്കുക. കടുക് വറക്കുക. ഇതെന്താ പറ്റിയത്? കണ്ണു വെച്ച് നോക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞ പോലൊക്കെ അച്ഛമ്മ. എന്താടാ? അതെ, ഈ സത്യം വെളിപ്പെടുത്താൻ എനിക്ക് ഉറക്കം വരില്ല. അച്ഛമ്മ ഇത് കണ്ടോ? പുതിയ വനിതയിലെ തനിനാടൻ എന്ന പങ്ക്തി പൈനാപ്പിൾ കിച്ചടി തയ്യാറാക്കിയത് മോഹന വലിയ അർജുനൻ. ഫോട്ടോയും ഉണ്ട് മമ്മിയുടെ. ഭയങ്കരി, ഇതിനന്നോട്ട് നീ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എഴുതിയെടുത്തത്. ഇതും അതിനുവേണ്ടി തന്നെയാ. ഇതും വരും, മമ്മിയുടെ ഫോട്ടോ ഇനിയും വരും. ഇവിടെ കൊണ്ടുവാ. എടാ, ഈ മാസികയുടെ കാരണവരെ ഒന്ന് വിളിച്ചേ. സത്യം എനിക്കൊന്ന് വെളിപ്പെടുത്തണം. ഒന്ന് വിളിക്കടാ. മനോരമ ഓഫീസിൽ നിന്ന് പരാതിപ്പെടാം. അവരിപ്പോ തന്നെ എല്ലാം ശരിയാക്കി തരും. ശരിയാക്കി തരും. എടാ, നീ എനിക്ക് വിഷം തരുന്ന നിങ്ങൾ വിഷമൊക്കെ പിന്നെ വായിക്കാം. നീ ആദ്യം എങ്ങനെയൊന്ന് വിളിച്ചേ. അടുത്ത ലക്കത്തിൽ തിരുത്തെന്ന് എഴുതിയിട്ട് എന്റെ പേരും എല്ലാസും ഫോട്ടോയും കൂടെ വെക്കാൻ പറയടാ. എടാ, വിളിച്ചു പറയടാ. എന്താ 100,000 കത്തുകൾ എന്നെ അഭിനന്ദിച്ചോണ്ട് പലരും എഴുതിയിരിക്കുന്നത്. പാചകറാണി എന്നെ അഭിസംബോധന ചെയ്തു. ഭയങ്കരി, കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയാമേത്ത നീ ആന്നോടി പാചകറാണി. അത് അമ്മയ്ക്കല്ലേ അറിയാം. ഈ ലോകം മൊത്തം എന്നെ പാചകറാണിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞില്ലേ. സിനിമയിൽ വരെ മോഷണം നടക്കുന്നു. പിന്നെ നീ മിണ്ടരുത്. നീ വിവരം നേരത്തെ അറിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും മിണ്ടിയില്ല. ദുഷ്ടൻ. ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പച്ചവെള്ളം കുടിക്കുന്ന പ്രശ്നമില്ല. മമ്മി, എടി, നീ തന്നെ ഈ മാസികയിലെ മുതലാളിക്ക് ഒരു കത്ത് എഴുതിക്ക്. ആദ്യം ഈ കത്തിനൊരു പരിഹാരം കാണ. എന്തുവാടി? ഡാഡിയുടെ തരാൻ പറഞ്ഞ ടീച്ചർ തന്നാ. ടീച്ചർ? ഓഹോ, അപ്പൊ ടീച്ചറും കത്ത് തന്നു തുടങ്ങിയോ? അയ്യോ, ഇത് അതൊന്നും അല്ല. ഇത് കണ്ണനെ കുറിച്ചുള്ള കംപ്ലൈന്റാ. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് തന്നോ. മിസ്റ്റർ അർജുനൻ 1-2 പ്രാവശ്യം നിങ്ങളെ ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ഇന്ന് വരാം, നാളെ വരാം എന്ന എക്സ്ക്യൂസ് അതുകൊണ്ടാണ് എഴുതുന്നത്. കണ്ണൻ സ്കൂളിലെ ഏറ്റവും പ്രശ്നക്കാരനായ വിദ്യാർത്ഥിയാണ്. സഹപാഠികളെ തെറി പറയുക, അടിക്കുക, ദിവസം എന്തെങ്കിലും കംപ്ലൈന്റ് കാണും. പിന്നെ ഇന്നലെ ഒരു സഹപാഠിയുടെ മൂക്കിന്റെ പാലം അവൻ ഇടിച്ചു പൊട്ടിച്ചു. ഭഗവാനേ, ഇക്കണക്കിന് വളർന്നാല് പാമ്പൻ പാലം പോലും അവൻ അടിച്ചു തകർക്കും. മിസ്റ്റർ അർജുനൻ, ഞങ്ങൾക്കും ഉണ്ട് മൂക്കിന് പാലം. എന്ത് ധൈര്യത്തിലാണ് അവനെ പഠിപ്പിക്കുക? നിങ്ങൾക്ക് വല്ല മൂക്കിന് പാലം? നോക്കട്ടെടാ, മൂക്കിന് പാലം ഉണ്ടോടാ? ഇന്നലെ ലളിത ടീച്ചർ അവനെ കൗൺസിലിങ്ങിന് വിധേയനാക്കി. സത്യം അപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ എന്നും വഴക്കാണല്ലേ, അമ്മയും ഭാര്യയും. അത് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മിസ്റ്റർ അർജുനൻ, നിങ്ങൾ അവരോട് പറയണം ഇനി വഴക്കടിക്കരുതെന്ന്. കുട്ടിയുടെ ഭാവി തകരും. ഭാവിയിൽ അവനൊരു ഗുണ്ടയാകും. കുട്ടികളുടെ മുന്നിൽ രക്ഷിതാക്കൾ, വീട്ടുകാർ എന്നിവർ വഴക്കിടരുത്. സ്നേഹത്തോടെ പെരുമാറണം. പിന്നെ എനിക്കിനി കേക്കണ്ട. അപ്പൊ കൊച്ചുങ്ങളിവിടെ ഇല്ലാത്തപ്പോ വഴക്കിടാ, ഇല്ലയോ? എന്റെ പൊന്നമ്മേ, എന്റെ മോൻ കണ്ണനെ ഒരു ഗുണ്ടയാക്കരുത്. ഇനി നിങ്ങൾ വഴക്കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. നമ്മളെപ്പോഴാ വഴക്കിട്ട്? ഇനി ഞങ്ങള് വഴക്കിടത്തേ ഇല്ല. എനിക്ക് അത്രയും കേട്ടാ മതി. ഇനി നമ്മൾ അവർക്ക് മാതൃകയായിരിക്കണം. എന്നെ മാതൃകയാക്കിയാ അവൻ രക്ഷപ്പെടും. എന്താണ് ചിരിക്കുന്നേ? എന്തിനാ മോളെ ചിരിച്ചത്? വെറുതെ അമ്മേ, പോരെ. അർജുനേട്ടാ വിഷമിക്കാൻ. നമ്മുടെ മകന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല, അല്ലേ അമ്മേ? അതെ. അമ്മേ, ഈ കൂർക്ക ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നേ? കൂർക്ക ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് മോളെ, ഈ കൂർക്ക ചെമ്മീൻ കറി മാഗസിനിൽ അയക്കാനാണോ? അല്ലമ്മേ, ഇവിടെ ഉണ്ടാക്കാനാ. അയ്യടാ, പിന്നെ പറഞ്ഞു തന്നാലും മതി. പിന്നെ
എന്തു പറ്റി? പെട്ടെന്ന് അടി നിർത്തിയതിലുള്ള ഇറിറ്റേഷൻ ആയിരിക്കും. മദ്യപാനികളും ഇങ്ങനെ പെട്ടെന്ന് മദ്യപാനം നിർത്തിയാൽ ഇറിറ്റേഷൻ ആയിരിക്കും. 2-3 ദിവസം ഇത് നീണ്ടു നിൽക്കും. ഉറക്കം പോലും വരില്ല. ഉറക്കം വന്നില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ പൊന്നുമോനൊന്ന് നന്നായാ മതി എനിക്ക്. മൂകത, ശ്മശാന മൂകത, ചട്ടിയും കലവും പൊട്ടുന്ന ശബ്ദമില്ല, തെറിയഭിഷേകത്തിന്റെ ഉത്സവമില്ല. ശ്മശാന മൂകത, ഏകാന്തത, നീ എത്ര ധന്യ. ഒളിഞ്ഞു വന്നേ, അങ്ങനെ കൂടിപ്പോയാലോ. എന്റെ പൊന്ന് ഡാഡി, എന്നെ വിട്ടേക്ക്. അല്ല, മമ്മി എവിടെ? മമ്മി പോയി. ഏ? മമ്മി പോയി. മമ്മി അച്ഛമ്മയും കൂടെ പോസ്റ്റ് ഓഫീസിൽ പോയിരിക്കുക, ഒരു പാഴ്സൽ വാങ്ങിക്കാനാ. സലാലയെന്ന് അമ്മയ്ക്ക് അയച്ചതാ. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ പോയത്? ഒരുമിച്ചാ പോയത്. എന്നെ ആ പാഴ്സൽ ഇവിടെ എത്തിയതുവാ. രാവിലെ രണ്ടുപേരും എന്ത് സന്തോഷത്തോടാ ഇവിടുന്ന് പോയത്. ഒരേ കുട കീഴിൽ തോളി കൈയിട്ടുണ്ട്. ആ, ഇവിടെ നിന്നാവുമ്പോ അടി കൂടാൻ പറ്റത്തില്ലല്ലോ, പുറത്താവുമ്പോ അടിയും കൂടാ. മിക്കവാറും ആ മാന്തി കീറിയ പാഴ്സൽ റോട്ടി കിടപ്പുണ്ടാവും. അയ്യോ എൻ്റെ അർജുന, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടം വരെ എൻ്റെ മോൾ ഇത് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ. കണ്ടു പഠിക്കടി അമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹബന്ധം. CITO അതോ INTUCയോ? ഏതാ മമ്മിയുടെ യൂണിയൻ? വേണ്ടാടി. അവിടെ ഒരു കിണ്ടാണം പറിച്ചില്ല. എൻ്റെ മോള് ഇത് കൊണ്ടുപോയി അമ്മയുടെ റൂമിൽ കൊണ്ടുവയ്ക്ക. ചെല്ലി കൊണ്ടുവന്ന് വയ്ക്ക. ഓ, അത് അവിടെ കൊണ്ട് വെക്കണോ അമ്മേ? പിന്നെ വേണ്ടായോ? ഇവിടെ വെച്ചാ പോരെ? അർജുനേട്ടാ അത് പിടിച്ച്. അയ്യോ വേണ്ട വേണ്ട, എൻ്റെ മുറി കൊണ്ട്. ഓ, ഇത് ഇവിടെ വെച്ചാ പോരെ? അല്ല അർജുനേട്ടാ, സലാലയിൽ നിന്ന് നൗല വിളിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പാഴ്സലിനെ പറ്റി? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അയ്യോടി, ഇത് എനിക്ക് വന്ന പാഴ്സൽ അല്ലയോ, അപ്പൊ എന്താ പറയാനാ? ഇതിനകത്തുള്ള ഒന്നും ഞാൻ ആർക്കും തരത്തില്ല. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇതെല്ലാം ചോദിപ്പിച്ചേ? നിന്നോടാരെ ചുമക്കാൻ പറഞ്ഞത്? അതെ, എന്റെ പാചക വിധി എടുത്തിട്ട് നീ നിന്റെ പേരിൽ കൊടുത്തില്ലയോ, അതിനുള്ള പകരം വീട്ടിലാന്ന് വെച്ചോ. പിന്നല്ല. മോനെ കണ്ണാ. ഇതിന്റെ ആളെ വടിയാക്കുന്നു. ഇല്ല മക്കളെ, നീ പോ. ചെല്ലി, ഞാൻ ഇതകത്ത് കൊണ്ടുവെക്കട്ടെ. അയ്യോ അമ്മ, അയ്യോ ഞാൻ എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എടുക്കാം. മാറ് 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 മാറ്. പതുക്കെ. ഒരു കർച്ചീഫെങ്കിലും എനിക്ക് അതിനകത്ത് തരുമെന്ന് വിചാരിച്ചു. മോനോലി, ആ പാഴ്സലിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാൻ കറിയാതെ. എനിക്ക് വേണ്ട, എനിക്ക് അത് തന്നെ വേണം. ഒരു തൂവാല മേടിച്ചോട് ഡാഡി. തൂവാലയില്ല, തോർത്തുമുണ്ടായാലും മതിയോ? അയ്യടി, തന്നെ തന്നെ കൊടുത്തോണ്ടാ മതി തോർത്തുമുണ്ട്. ഒരു പാഴ്സൽ എനിക്ക് ആരും ഇല്ലാതായി. അയ്യോടാ, പാവം മമ്മി വല്ലാതെ ആഗ്രഹിച്ചു കാണും, അതല്ലേ കൂടെ പോയത്. ഷോ, ഇങ്ങനെ പറ്റിക്കാവോ മനുഷ്യനെ? അല്ല, ഇപ്പൊ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് ഒരു ഡിമാൻഡും ഇല്ല. ആ പാഴ്സലിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ആ മോനോലിക്ക് വാങ്ങിച്ചത് അറിയാതെ. എനിക്ക് അത് തന്നെ വേണം. അതിനകത്ത് കാര്യമായിട്ട് ഏതാണ്ടുണ്ട്. അതാ എന്തൊരു മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു അതിന്. എന്തൊരു കഴുത്ത് വേന എന്നറിയാം. എനിക്ക് ഇത്രയും ചുമന്നോണ്ട് വന്നിട്ട് എനിക്ക് ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ ദുഷ്ടമ്മ. അച്ഛമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മമ്മി അത് പാഴ്സൽ തലയിലേറ്റിയത്, അതിനകത്തുനിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടിട്ടല്ലേ? അതെ, അത് നിനക്കെന്തുവാ പരിപാടി? അല്ലെങ്കിൽ തന്നെ ഞാനെ തന്നെ വിഷമിക്കുന്നേ. നിങ്ങൾ നോക്കിക്കോ, അമ്മ എനിക്ക് എന്തെങ്കിലും തരും, തരാതിരിക്കത്തില്ല. ഡ്രസ്സ് മാറ്റി വെച്ചേക്ക, സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി ഇരിക്കുക. നിങ്ങൾ നോക്കിക്കോ. Yeah. Yeah. ഇതുണ്ടോ വടി? ദുബായ് വടി എന്റെ മോൻ അയച്ചു തന്നതാ. കണ്ട കണ്ട, ഒരു ടോർച്ച്, 5 സാരി എല്ലാം എനിക്ക് അയച്ചു തന്നു. അതിന് 3 സാരി എനിക്കാ. അയ്യ ചെത്തും, ഇപ്പൊ കിട്ടും നിനക്ക് കുറെ. എന്താണ്ടോടെ ഞാൻ എന്റെ മോനോടാ സംസാരിച്ചത്. കണ്ടടാ, അവൻ അയച്ചു തന്ന വടി കണ്ടോ, ടോർച്ച് കണ്ടോ? ഈ വടി ഉണ്ടല്ലോ, നൂക്കാം, മടക്കാം, ഒടിക്കാം, കുത്താം, അങ്ങനെ പലതും ഉണ്ട്. നീ വിചാരിച്ചിട്ട് എനിക്കൊരു വടി വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ ഇത്ര നാളായിട്ടും. മക്കളാന്നും പറഞ്ഞു നടക്കുന്നു. ഒരു തർക്കത്തിനും പറയടാ, നിനക്ക് എന്നെ ഒരു സാമ്പിള് കാണിച്ചു തരാം. ഇവിടെ പറയടാ, ഇങ്ങനെ. ഇനി ആരെങ്കിലും തർക്കത്തിനും പറയാനുണ്ടോ? ആർക്കെങ്കിലും തർക്കത്തിനും പറയാനുണ്ടെങ്കിൽ ഞാനിപ്പൊ കാണിച്ചു.
പറയടി, പറക്കത്തിനും പറയടി, ഇത് കാണിക്കാനോടി ഞാന്. ആ, എല്ലാത്തിനും ഞാൻ എത്തിയിട്ടുണ്ട്. മക്കളായ ഇങ്ങനെ വേണോടാ, അമ്മയുടെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണം. എന്റെ മോൻ നകുലൻ അമ്മയ്ക്ക് അയച്ചു തന്നതാ, കണ്ടോ? ഇത് ഇങ്ങനെ ഇരിക്കും. ഞാനേ ഇതാ ദാശാണി ഒന്നുകൊണ്ട് കാണിച്ചു വരട്ടെ. അല്ല, ഈ നട്ടുച്ചയ്ക്ക് ടോർച്ച് അടിച്ചോണ്ട് പോണോ? ഞാൻ ടോർച്ച് അടിച്ചോണ്ട് പോകും, കിടത്തിക്കൊണ്ട് പോകും, നിന്നോണ്ട് പോകും, കിടന്നോണ്ട് പോകും. നിനക്കെന്താ ചെയ്തത്? ഇതിനാണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും എന്ന് പറയുന്നത് അല്ലേ വിനാശി? ആ, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്നത് ഇതിന് തന്നെയാ. ഇവളെന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ മേടിക്കുന്നു. എന്താ ഇങ്ങോട്ട് പറഞ്ഞു ഇത് രണ്ടാമത്തെ ഓട്ടോ മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്. നിങ്ങൾ കളിക്കുവാണോ? അവൻ പോയി. എടി, നീ എന്റെ പടി ഇത് വേറെ ആളെ നോക്കിയാൽ മതി. വേറെ ആളെ നോക്കിയാൽ മതി. നമുക്ക് തുടങ്ങിയാലോ? എന്റെ മോനെ അയച്ചെന്ന് പടി കൊടുത്തോളെ. നമ്മുടെ കണ്ണൻ വഴി തെറ്റി പോയിരുന്നല്ലോ എന്നോർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുന്ന, അറിയോ? അതേതായാലും നന്നായി മോനവല്ലി, നിനക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ. അച്ഛമ്മയുടെ ടോർച്ച് കൊള്ളാം കേട്ടോ. കാണാതെ പോയ എന്റെ ക്യൂടെക്സ് മേശപ്പുറത്തിരുന്ന് അച്ഛമ്മയുടെ ടോർച്ച് ഉപയോഗിച്ചാ കണ്ടുപിടിച്ചു തന്നെ. പട്ടാ പകല് മേശപ്പുറത്ത് ഇരിക്കുന്ന ക്യൂട്ടക്സ് കണ്ടുപിടിക്കാൻ എന്തിനാടി ഈ ടോർച്ച്? എന്നെ അപമാനിക്കുന്ന ആ കുന്ത്രാണ്ടം വെച്ചുള്ള ഏർപ്പാടിന് നീയും കൂട്ടു നിൽക്കല്ലടി മീനാക്ഷി. അയ്യോ പാവം അല്ലേ മോളെ. എടാ അർജുന, നിന്റെ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്റെ ടോർച്ച് ഉണ്ട്. ഇങ്ങനെ പോയാൽ ഉടൻ തന്നെ കാണാതാവും. എന്തോന്ന്? എന്നെ തന്നെ. എന്റെ അമ്മ എന്തിനാ ഈ പകൽ ഈ ടോർച്ച് മടി എടുത്തോണ്ട് നടക്കുന്ന? ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാ പോരായോ? ആഹാ, അത് എന്റെ ഇഷ്ടം. എപ്പൊ എന്താ കൊണ്ട് നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ല. അയ്യടാ, നിങ്ങളുടെ അമ്മക്കേ നൊട്ടപ്രാന്ത, വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടിടും. നട്ടപ്രാന്ത് നിനക്കാടി. എപ്പോഴാണ് എനിക്ക് കാണിക്കുന്ന മുഴുവൻ ഭ്രാന്തല്ലേ? എന്താ പ്രാന്ത്? പട്ടാ പകല് ടോർച്ച് അടിച്ചോണ്ട് നടക്കുക, അവിടെ കുത്തി പിടിച്ച് നടക്കുക. പ്രാന്ത് നിനക്കാടി. എന്ത് പ്രാന്തെന്നാ എന്റെ മോൻ ഓരോന്ന് അയച്ചിരുന്ന കുശുമ്പ്. നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാ? ഇത് കണ്ടോ? അച്ഛമ്മയുടെ സാരി മുഴുവൻ എലി കയറണ്ടേ. അയ്യോ എന്റെ ദൈവമേ, ഇത് എന്തൊരു ചതിവായി പോയത്. അയ്യോ എന്റെ സാരി മുഴുവൻ ഇങ്ങനെ കയറിയല്ലോ. ഇത് ആരാ ഇത് ചെയ്ത് വെച്ചേ? സൂക്ഷിച്ച് വെക്കണ്ടായോ? എന്റെ മക്കളെ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നത് തന്നെയാണ്. അലമാരിക്കകത്ത് വെച്ചിരുന്ന സാരി ഇത് എന്തോ പറ്റിയതാണ്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലല്ല, എലി കേട്ടു. നിനക്ക് മംഗളം നമോ ഭാഗം. എന്റെ ദൈവമേ, എടാ ഞാനിത് ഇവക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാടാ. അവക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാ ഞാനിത്. കണ്ട സാരി ഞാൻ അവക്ക് കൊടുക്കാൻ വേണ്ടി അലമാരിക്കകത്ത് എടുത്ത് മാറ്റി വെച്ചിരുന്നത്. എങ്ങനെയാടാ മൂഷിക കയറി പൊട്ടത്? കഷ്ടമുണ്ട്. അമ്മക്ക് നേരത്തെ തരാൻ മേലായിരുന്നു. ഇപ്പൊ എന്റെ കോലം കണ്ടോ? എന്റെ മോക്ക് സലാല സാരി കൊടുക്കാനുള്ള യോഗമില്ല. കണ്ണാ, നമുക്ക് ഈ സാരി കണ്ട എലികളെ പിടിക്കാം. ബാ. പിന്നെ എന്നെ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് എലി അവിടെ കിടക്കുകയല്ലയോ? രാത്രിയാകട്ടമ്മേ. എന്റെ മോളെ, നീ കരയണ്ട, നീ വിഷമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ ഈ സാരി വെച്ചോ. പിന്നെ തൽക്കാലം ഇത് വെച്ചോ മോളെ, പിന്നെ നമുക്ക് മേടിക്കാം. അല്ല അതെ, നകുലൻ തലാലെന്ന് വെച്ച വേറെ കുറച്ച് സാരി ഇനി ഇരിപ്പില്ലേ? അത് എനിക്കിതാ. ഇത് അമ്മ വയ്ക്ക. ഇത് ഞാൻ വെക്കണോ? ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ആ സാരി മൊക്ക് തരാം കേട്ടോ. നോക്കിക്കോ, ആ ബാക്കിയിരിക്കുന്ന സാരി ഇല്ലേ, സലാലേന്ന് മോൻ കൊടുത്തയച്ച സാരി, അത് വേണ്ടി കരടും. നോക്കിക്കോ എന്റെ എലി ഭഗവാനെ, ആ സാരിയും കൂടെ കരളണേ. നോക്കിക്കോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒച്ച വെക്കാതെ വരിക. എടാ, ഇവിടെ ഇങ്ങനെ എലി ഉണ്ടെന്നൊക്കെ സലാലേൻ്റെ മോൻ അറിയാവുന്നത് കൊണ്ടാ അവൻ ഈ ടോർച്ചും വടിയും ഒക്കെ അയച്ചു തന്നത്. മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് പമ്മി പമ്മി പോയി നമുക്ക് ആ എലിയുടെ തല കിട്ടുന്നുണ്ട് കൊടുത്ത് എലിയെ നമുക്ക് പിടിക്കണം. നീ മിണ്ടരുത് കേട്ടോ. എടാ, ആരാടാ അത്? മമ്മി. മമ്മിയോ? എന്തോ ചെയ്യുന്നതിനകത്ത്? മമ്മേലി അച്ഛമ്മയുടെ അടുത്ത സാരിയും കരണ്ട് തിന്നുവാ. എടി ദ്രോഹി,
കുലദ്രോഹി. എടി നീ എന്താടി മന്ദാകിനി അവിടെ കാണിക്കുന്നേ? എന്താടി വിടുവാടി. അല്ല ഞാൻ എന്റെ സാരിയുടെ ഭംഗി നോക്കുമായിരുന്നു. നീ ഇങ്ങനെയാണടി ഭംഗി നോക്കുന്നേ? എന്റെ സാരി എല്ലാം മുറിച്ചോണ്ടാണടി ഭംഗി നോക്കുന്നേ? അല്ല ഞാനേ എടാ അർജുന, അർജുന നീ ഇങ്ങോട്ട് ഓടി വാടാ. എന്റെ സാരിയല്ലേ സാരിയല്ല അമ്മ, ഞാൻ പറയട്ടെ. അതായത് ഈ സാരി അയ്യോ എന്റെ സാരി ഭയങ്കരി. നീ എന്റെ സാരി മുഴുവൻ കറണ്ട് ഇല്ലടി. ഉണ്ടല്ല ഞാൻ ഭംഗി നോക്കിയതല്ലേ സാരിയുടെ. ഇങ്ങനെയാണടി ഭംഗി നോക്കുന്നേ? എന്റെ മോഹനല്ലി, എന്നാലും നീ ഇത് ചെയ്തല്ലോ. എന്തിനാ സാരി എല്ലാം മുറിച്ചു കളഞ്ഞത്? എന്റെ സാരി മമ്മിയാണ് എലി. അച്ഛമ്മയുടെ സാരി മമ്മി കരണ്ടു. കണ്ടു നിന്നടാ. ഇവളെ ഇതിനകത്തിട്ടിട്ട് ഈ പരിക്ക് തീ വെക്കണം. അതാ വേണ്ടത്. എന്നിട്ട് കൊല്ലണം അവളെ. അമ്മ എലിയെ പേടിച്ചില്ല ചുടുന്നോ? പിന്നെ എന്താ നിന്നെ ചുമ്മാക്കണം. അവിടെ നിന്നോട്ടെ. ഇതുകൊണ്ട് അവൻ ഗുണ്ടയായി പോന്നെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ. അച്ഛമ്മയാ കത്ത് ഹെഡ് മിസ്ട്രസ് അയച്ചൊന്നും അല്ല. പിന്നെ ഡാഡിയും ഞങ്ങളും തമ്മിലുള്ള ഒത്തുകളിയാ. നിങ്ങളുടെ നാവ് അടപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ ഒത്തു കളിച്ചതല്ലേ. ചെറിയച്ഛൻ കൊടുത്തിട്ട് പുതിയ സാരിയാ മമ്മി കുശുമ്പ മൂത്ത് കീറി കളഞ്ഞത്. മമ്മിയല്ലടി മൂഷിക സ്ത്രീ. ശിക്ഷ ആർക്കാണ് ആദ്യം കൊടുക്കണ്ടെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. മമ്മിക്ക് തന്നെ. മമ്മിക്ക് തന്നെ. എടി മൂഷിക സ്ത്രീ, അങ്ങനെ മൂഷിക സ്ത്രീകൾ വീണ്ടും മൂഷിക സ്ത്രീകളായി. കൊല്ലുന്ന